ആ ശ്രീകരം പിടിച്ച പാച്ചനെ കാണുന്നില്ലല്ലോ. നാശം എവിടെ പോയി കിടക്കുകയാണവോ? ശുംഭ, വേഗം ഇങ്ങോട്ട് നടക്കുക. എത്ര നേരായി നോം നിന്നെ കാത്തിരിക്കണോന്ന് അറിയോ? എന്താ തിരുമേനി, വല്ല സദ്യയും തരമായിട്ടുണ്ടോ? ഏയ്, അതൊന്നുമല്ല, നോമിനൊരു പൂതി. എന്ത് പൂതിയാണാവോ? ഏതായാലും എനിക്കിന്ന് തല്ലുറപ്പായി. താൻ കരുതുന്ന പോലുള്ള പൂതിയൊന്നും അല്ലാട്ടോ. നോമിന് മീൻ പിടിക്കാനൊരാഗ്രഹം. അയ്യോ തിരുമേനി, തമ്പുരാട്ടി അറിഞ്ഞാ പിന്നെ വീട്ടിൽ കയറ്റത്തില്ല. കൊശവാ, അതിന് അവളിവിടെ ഉണ്ടെങ്കിലല്ലേ. അവളെ ഒരാഴ്ച കഴിഞ്ഞേ വരൂ. അവളുടെ വീട്ടിൽ പോയിരിക്കുക. താൻ പോയി ഒരു ചാക്ക് ഇങ്ങെടുത്തോളൂ. നോം 2 ചൂണ്ട റെഡിയാക്കി വെച്ചിരിക്കണു. എന്നാ പെട്ടെന്നായിക്കോട്ടെ. പാച്ചാ, ചാക്കിന് വലുപ്പം കുറഞ്ഞോന്നൊരു സംശയം. ആ, മീൻ കൂടുതൽ കിട്ടിയാ നമുക്ക് വേറൊരു ചാക്ക് വാങ്ങാം അല്ലേ? ആകാശവാണി തിരുവനന്തപുരം, തൃശൂർ, കോഴിക്കോട്. കാലാവസ്ഥ: മണിക്കൂറിൽ 100 മൈൽ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുള്ളതുകൊണ്ട് മീൻപിടുത്തക്കാർ ശ്രദ്ധിക്കുക. നിൽക്ക് തിരുമേനി, തിരുമേനി നിൽക്കാൻ. മീൻ പിടിക്കണമെന്ന് പറഞ്ഞിട്ട് വന്നിട്ട് തിരുമേനി എന്താ തിരിച്ചു പോണത്? കൊശവാ, കാലാവസ്ഥ പ്രവചനം താൻ കേട്ടില്ലേ? മീൻപിടുത്തക്കാർ സൂക്ഷിക്കണമെന്നാ പറഞ്ഞത്. അത് കേൾക്കാതെ മീൻ പിടിക്കാൻ ഇറങ്ങിയാലേ നോമിന് ആപത്ത്. അറിയോ നിനക്ക്? ഷോ, ആ പാച്ചൻ ഉണ്ടായിരുന്നെങ്കിൽ ഈ കുട പിടിക്കാതെ കഴിക്കായിരുന്നു. കൈ കഴിക്കണു. ലക്ഷണം കണ്ടിട്ട് മഴയും കാറ്റും ഉടനെ ഉണ്ടാവും. അടുത്തെങ്കും വീടും കാണില്ലല്ലോ. ഭഗവാനെ, കുഴങ്ങൂലോ. ഐ, ഈ കുട എന്താ ആദ്യമായിട്ട് കാറ്റ് കാണുന്ന പോലെ അടങ്ങി നിൽക്കുക. കുട അവിടെ അടങ്ങി നിൽക്കുക. ഭഗവാനെ, ചതിച്ചൂലോ. ഈ കുടയ്ക്ക് വേറെ എവിടെ സ്ഥലം കണ്ടില്ലേ? ഇനിയിപ്പോ എന്താ ചെയ്യാ? കുട ഇല്ലാണ്ട് പോവാനും പറ്റില്ലല്ലോ. ഏതായാലും കയറി എടുക്കുക തന്നെ, അല്ലാണ്ട് ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ലല്ലോ. ഈശ്വര, ചതിച്ചല്ലോ. ഒരു നിമിഷം നോം അങ്ങോട്ട് വൈകി. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഒരു വഴിയുണ്ട്, അതെന്നെ അങ്ങോട്ട് ചെയ്യാം. എന്താ തിരുമേനി, മരത്തിന്റെ മുകളിലിരുന്ന് ഉറക്കാണോ? നോമിന്റെ കൂടെ താഴെ പോയിരിക്കണു. ഇനി അടുത്ത കാറ്റില് അതെപ്പോഴാ ഇങ്ങോട്ട് പൊങ്ങി വരികയെന്ന് അറിയില്ലല്ലോ. അപ്പൊ പിടിക്കാന്ന് വെച്ചാ ഇവിടെ ഇരിക്കണത്. തിരുമേനി, ഇന്നാൾ എന്നോടൊരു പശുവിനെ വാങ്ങുന്ന കാര്യം പറഞ്ഞിരുന്നില്ലേ? ദേ, നല്ലൊരു പശുവിനെ ഒത്തു കിട്ടിയിട്ടുണ്ട്. ഓ, പശു നല്ലതാണല്ലോ, ഉറപ്പല്ലേ? അതെന്തൊരു ചോദ്യമാ തിരുമേനി. നല്ല ഒന്നാന്തര മനുഷ്യത്വമുള്ള പശുവല്ലേ. ദിവസം 5 ലിറ്റർ കറക്കാം. ഇന്ന് തന്നെ കച്ചവടം അങ്ങ് ഉറപ്പിക്കട്ടെ. വരട്ടെ, പശുവിന്റെ ലക്ഷണങ്ങൾ അങ്ങോട്ട് പറയാ. പശുവിന്റെ ലക്ഷണമോ? അതെന്താ തിരുമേനി? വിഡ്ഢി, പശുവിന്റെ ലക്ഷണം അറിയില്ലേ? എന്നാ കേട്ടോളൂ. നിറം കറുപ്പാവണം. പിന്നെ നെറ്റിയില് വെള്ള ചുട്ടി ഉണ്ടെങ്കിൽ നന്നായി. പിന്നെ നീളം കൂടിയിരിക്കണം. മൂക്കിന് നല്ല കറുപ്പാവണം. മൂക്ക് 2 വേണോ തിരുമേനി? തീർന്നില്ല. വാല് നിലത്ത് മുട്ടണം. ഇതൊക്കെയാണ് നല്ല പശുവിന്റെ ലക്ഷണങ്ങൾ. ഇതെല്ലാം ഉള്ളൊരു പശുവാണെങ്കിൽ മതി കച്ചവടം. ഇത്രയും ലക്ഷണമുള്ള ഒരു പശുവിനെ കിട്ടുമോ തിരുമേനി? എടോ ശുംഭ, ലക്ഷണം 1 2 കുറഞ്ഞാലും കുഴപ്പമില്ല. വാങ്ങിച്ചിട്ട് ഇങ്ങോട്ട് വരിക, അങ്ങോട്ട് പൊക്കോളുക. കിട്ടി തിരുമേനി, കിട്ടി. ദേ, തിരുമേനി പറഞ്ഞ ലക്ഷണങ്ങളെല്ലാം ഉള്ള ഒരു പശുവിനെ കിട്ടിയിട്ടുണ്ട്. ഓ, എവിടെ? ദേ, തിരുമേനി കണ്ടോ? കറുത്ത നിറം, കറുത്ത മൂക്ക്, നെറ്റിയിൽ വെള്ള ചുട്ടി. എങ്ങനെയുണ്ട് തിരുമേനി? കൊള്ളാം, കൊള്ളാം പാച്ച, നീ ആള് ബുദ്ധിമാനാട്ടോ. ഹൈ, വാലും ഒന്നാന്തരായിട്ടുണ്ട്. പാച്ച, ഈ പശുവിന് അകിടില്ലേ? തിരുമേനിയല്ലേ പറഞ്ഞത് ലക്ഷണം 1 2 കുറഞ്ഞാലും കുഴപ്പമില്ലാന്ന്. ദ്രോഹി, പൂവന്റെ മുന്നിന്ന് ശുംഭൻ. പാച്ച, താൻ 2 ദിവസം നാട്ടിലില്ലാത്തോണ്ട് കാര്യങ്ങളൊക്കെ കുഴഞ്ഞുട്ടോ. ആട്ടെ, എങ്ങനെ ഉണ്ടായിരുന്നു തന്റെ യാത്ര? എന്റെ തിരുമേനി, ഒന്നാന്തരം യാത്രയല്ലായിരുന്നു. കാശി, രാമേശ്വരം എല്ലാം കയറി. തിരുമേനിക്ക് ഞാൻ പ്രസാദം കൊണ്ടുവന്നിട്ടുണ്ട്. ശുംഭൻ ഇത്രയും ദൂരം പോയി വന്നിട്ട് പ്രസാദം മാത്രമേ ഉള്ളൂ.
തിന്നാനൊന്നും വാങ്ങിയില്ലേ താൻ? ആ നിൽക്ക് തിരുമേനി, ദാ നല്ല ഹൽവയുണ്ട്. ഛേ, കത്തി ഉണ്ടായിരുന്നെങ്കിൽ ഒരു കഷ്ണം തിരുമേനിക്ക് തരാമായിരുന്നു. ഹൈ ശുംഭൻ, കയ്യില് നല്ല ഒന്നാന്തര ഹൽവ ഇരുന്നിട്ട് താൻ എനിക്ക് കത്തിയുടെ കഷ്ണം തരാൻ നോക്കണു അല്ലേ മരങ്ങോടൻ? തിരുമേനി, ഏയ് തിരുമേനി. ആ ദാക്ഷായണി തിരുമേനിയുടെ അടുത്തല്ലേ താമസം? അയ്യോ, ഇതിപ്പോ നീ നമ്മുടെ വേളിയോടൊന്നും പറയാൻ നിൽക്കണ്ടാട്ടോ, അവൾ നമ്മളെ വെച്ചേക്കില്ല. ഛേ, അതല്ല തിരുമേനി, ദേ ഈ കത്തേ അവർക്കുള്ളതാ. തിരുമേനി പോകുമ്പോ ഇതൊന്നും അവിടെ കൊടുത്താ മതി. നടന്ന് നടന്ന് എനിക്ക് വയ്യ, അതുകൊണ്ടാ. ഹോ, എന്തൊരു ക്ഷീണം. കത്ത് കൊടുക്കാൻ നോമിന് വിഷമമൊന്നുമില്ലാട്ടോ, സന്തോഷമുണ്ട് താനും. നോം മുമ്പും ദാക്ഷായണിക്ക് ചില കത്തുകളൊക്കെ കൊടുത്തിരിക്കണു. അല്ല, താൻ എന്തിനാ ഇങ്ങനെ നടന്ന് ക്ഷീണിക്കണേ? തനിക്ക് ഈ കത്തെല്ലാം ആ പോസ്റ്റ് പെട്ടിയിൽ ഇട്ടാ പോരെ, ഒക്കെ ഓരോരുത്തർക്കും കിട്ടില്ലേ? അച്ഛാ അച്ഛാ, ഇപ്പൊ എങ്ങനെയുണ്ട്? ഈ കഷായം കൂടി അങ്ങോട്ട് കുടിക്കുക. തീരെ വയ്യുണ്ണി, കണ്ണിന് കാഴ്ച തീരെ പോരാ. കഷായം കുടിക്കാൻ കാഴ്ച എന്തിനാണാവോ? ഓരോ നുണകൾ ഇങ്ങനെ പറഞ്ഞോളും. ഉണ്ണി, പുറത്തെന്താ ഒരു ബഹളം? വല്ല ഭൂകമ്പമാണോ കൃഷ്ണ? അച്ഛാ, അത് ഉണ്ണി TV വെച്ചിരിക്കുന്നതാ, അതിലെ പാട്ടാ കേൾക്കണത്. ഓ, എന്നാൽ എന്നെ അങ്ങോട്ടൊന്ന് കൊണ്ടുപോയി ഇരുത്തുക. TV കാണാൻ ഒരു പൂതി തോന്നുന്നു. ഹൈ, അപ്പൊ അച്ഛനല്ലേ പറഞ്ഞത് കണ്ണിന് കാഴ്ച തീരല്ലെന്ന്? എന്നിട്ട് അതപ്പോഴല്ലേ, ഇപ്പൊ നല്ല കാഴ്ചയുണ്ട്. വേഗം അങ്ങോട്ട് കൊണ്ടുപോവുക. അച്ഛാ, കുറച്ചു നേരം കണ്ടാ മതിട്ടോ, എന്നിട്ട് ആ കഷായം കുടിച്ചിട്ട് കിടക്കാൻ നോക്കിക്കോളൂ. ഉണ്ണി, ഇതെന്താ ഈ പെണ്ണുങ്ങൾ ഒട്ടും ഇറക്കമില്ലാത്ത തുണി ഉടുത്തിരിക്കണത്? കൃഷ്ണ ഭഗവാനെ, കുടുങ്ങിയില്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യാ? അച്ഛാ, അതെ, ആ നടിമാരൊക്കെ പാവപ്പെട്ട വീട്ടിലെയാ, തുണി വാങ്ങാൻ കാശില്ല പാവങ്ങള്. പിന്നെ അച്ഛാ, ഞാൻ പുറത്തേക്ക് പോണൂട്ടോ, വേഗം പോയി കിടന്നോളൂ. ശരി, കിടന്നോളാം. അച്ഛൻ ഇതുവരെ പോയി കിടന്നില്ലേ? പോയി കിടക്ക അച്ഛാ. വരട്ടെ ഉണ്ണി, ഒട്ടും പണമില്ലാത്ത വല്ല നടിമാരും ഉണ്ടെങ്കിലോ ഒന്ന് നാം ശരിക്കൊന്ന് കാണട്ടെ. പാച്ച, സമയം ഏറെ വൈകിരിക്കണു. നമ്മള് സന്ധ്യ ആവുമ്പോഴേക്കും ഇല്ലത്തെത്തില്ലാന്നുണ്ടോ? എപ്പോഴാ പാച്ച നമുക്ക് ബസ് കിട്ടുക? ബസ് വരുമ്പോഴല്ലേ തിരുമേനി നമുക്ക് ബസ് കിട്ടുള്ളൂ. ഹൈ, താനൊരു ബുദ്ധിമാൻ തന്നെയാട്ടോ. ബസ്സുകാര് വല്ല മിന്നൽ പണിമുടക്കോ മറ്റോ പ്രഖ്യാപിച്ചിട്ടുണ്ടാവോ ആവോ? അതല്ല തിരുമേനി, തിരുമേനി ഇവിടെ ബസ് കാത്തു നിൽപ്പുണ്ടെന്ന് ബസ്സുകാരെങ്ങനെയോ അറിഞ്ഞിട്ടുണ്ടാവും. ഹൈ, അതിനെന്താ? തിരുമേനിക്ക് ബസ്സിലും പൈസ കൊടുക്കാൻ മടിയാണല്ലോ. നോമിനിന്ന് അത്താഴം കൂടി കിട്ടില്ല എന്നാവോ? ഹൈ, താനിത് എവിടേക്കാ? ഞാൻ കണ്ണൂർക്കാ തിരുമേനി. അപ്പൊ താനും വടക്കോട്ടാണ് അല്ലേ? അതെ. തിരുമേനിയുടെ ഇല്ല എവിടെയാ? അങ്ങ് വടക്ക്. വടക്ക് എവിടെയാ? ഹൈ, എന്താ ചെയ്യാ, വടക്ക് അറിയില്ല അത്രേ. ഇതാ ഇത് കിഴക്ക്, ഇത് തെക്ക്, ഇത് പടിഞ്ഞാറ്, ദാ ഇതാണ് വടക്ക്. പാച്ച, ഈയിടെയായി നമുക്ക് വല്ലാത്ത കഷ്ടകാലാണ് കേട്ടോ. ധനനഷ്ടം ഉണ്ടായിരിക്കണു. ഞാൻ കൂടെയുള്ളപ്പോ എന്ത് പേടിക്കാനാ തിരുമേനി? ധൈര്യമായിട്ട് ഇരുന്നാട്ടെ. പക്ഷിശാസ്ത്രം, ശരിയായ ശാസ്ത്രം, ഭൂതം ഭാവി വർത്തമാനം എല്ലാം പറയുന്നു. പക്ഷിശാസ്ത്രം. ഏയ് പാച്ച, അയാളെ ഇങ്ങോട്ട് വിളിക്കുക. നമ്മുടെ സമയം നന്നാവൂന്നൊന്ന് അറിയാലോ. കഷ്ടകാലമാണ്. തിരുമേനി സൂക്ഷിക്കണം, ഇല്ലെങ്കിൽ ആയുർനാശം വരെ ഉണ്ടാകും. കൃഷ്ണ ഗുരുവായൂരപ്പ, നോമിനി എന്താ ചെയ്യാ? സന്തത സഹചാരിയായി കൂടെ ഒരാൾ നിൽക്കണില്ലേ? അയാളെ വിശ്വസിക്കരുത്. അയാൾ പിറകിലുള്ളിടത്തോളം ഈ കഷ്ടകാലം തീരില്ല. ഓ ദ്രോഹി! അമ്മയും മറുമകനും തമ്മിൽ സേറുമോ? അട്ടയും മെത്തയും തമ്മിൽ സേറുമോ? ഇതും അതുപോലെ തന്നെയാണെന്ന് കൂട്ടിക്കോളൂ. ഈ ബാധയെ തിരുമേനിയുടെ പിറകിൽ നിന്ന് ഒഴിവാക്കിയില്ലെങ്കിൽ വാളില്ലാത്ത വെളിച്ചപ്പാടിനെ പോലാകും തിരുമേനിയുടെ അവസ്ഥ. ശ്രീദേവി, നോം ഇറങ്ങണം കേട്ടോ, വൈകിട്ടേ എത്തൂ. തിരുമേനി, ഞാനും. ഹൈ, താൻ എന്താ എന്റെ പുറകില്? കൈനോട്ടക്കാരൻ പറഞ്ഞത് കേട്ടില്ലേ? താൻ ഇനി എന്റെ പുറകില് വരണ്ട.
അയ്യോ തിരുമേനി, ആ കൈനോട്ടക്കാരൻ എന്തോ പറഞ്ഞെന്ന് കരുതി ഞാൻ വേറെ എവിടെ പോകാനാ? അതൊന്നും എനിക്കറിയണ്ട. ഏതായാലും നോം ഒന്നങ്ങോട്ട് തീരുമാനിച്ചു. ഭഗവാനെ, എൻ്റെ ജോലി പോയെന്നാ തോന്നണത്. താൻ എൻ്റെ പുറകിലുണ്ടെങ്കിലല്ലേ എനിക്ക് ആപത്ത്. അതുകൊണ്ട് ഇനി മുതൽ താൻ എൻ്റെ മുമ്പിൽ അങ്ങോട്ട് നടന്നോളുക. എന്താ നടക്കുക? തിരുമേനി അറിഞ്ഞ ദേ പട്ടണത്തില് സിനിമ വന്നിട്ടുണ്ട് അത്രേ. സിനിമയോ? അതെന്താ വാച്ചാ? ഈ തിരുമേനിയുടെ ഒരു കാര്യം. തിരുമേനി, സിനിമ എന്ന് പറഞ്ഞാലേ ഒരു വെള്ളത്തുണിയിൽ കുറെ ചിത്രങ്ങൾ ഇങ്ങനെ മാറുന്ന കാഴ്ച. അങ്ങനെ ഒന്നുണ്ടോ? നോമ ആദ്യമായിട്ടാ കേൾക്കണത്. ശരി, പോയി കളയാം. അതേ പാച്ച, ഈ സിനിമ ഉണ്ടല്ലോ, അത് നമ്മുടെ കഥകളി പോലെ ആയിരിക്കും അല്ലേ? ഈ തിരുമേനിയെ കൊണ്ട് തോറ്റു. എന്റെ തിരുമേനി അതിലുള്ള ചിത്രങ്ങൾ ക്യാമറയിൽ പിടിക്കുന്നതെന്നാ ആ വിജയൻ മാഷ് പറഞ്ഞത്. ഓരോരോ കണ്ടുപിടുത്തങ്ങളെ അതിശയം തന്നെ അല്ലേ പാച്ച? അതെ തിരുമേനി, അതിശയം തന്നെ. എന്റെ തിരുമേനി നല്ല പണിയാ കാണിച്ചത്. സ്ക്രീനിൽ ആനയെ കണ്ടപ്പോ തിരുമേനി പേടിച്ചു പോയോ? കഷ്ടം. ശുംഭ, പൂവന്റെ മുന്നിന്ന് മുജ്ജന്മ സുഹൃതം കൊണ്ടാ ആനയുടെ കുത്തേൽക്കാണ്ട് രക്ഷപ്പെട്ടത്. അറിയോ എനക്ക്? തിരുമേനി, അതിന് ആനയെ കണ്ടത് സിനിമയിലല്ലേ, പിന്നെ എന്തിനാ ഓടിയത്? മരത്തലയാ. സിനിമയാണെന്ന് നമുക്കല്ലേ അറിയൂ, ആനയ്ക്കത് അറിയില്ലല്ലോ. കൃഷ്ണ കൃഷ്ണ, എന്നാലും നോന്റെ അരഞ്ഞാണം കളഞ്ഞു പോയല്ലോ ഭഗവാനെ. എവിടെയാണോ പോയത്? കഷ്ടം. തിരുമേനി സമാധാനിക്ക. അരഞ്ഞാൻ എവിടുന്നേലും തിരിച്ചു കിട്ടും തീർച്ച. ശുംഭൻ വായടക്കുക. പോയ മുതല് ആന പിടിച്ചാ കിട്ടുവോ? തിരുമേനി ഇങ്ങോട്ട് നോക്കിയാട്ടെ. ദാ ഈ പത്രവാർത്ത കണ്ടോ? ഒരഞ്ഞാണം കളഞ്ഞു കിട്ടിയിട്ടുണ്ടെന്ന്. നമുക്ക് ഇപ്പം തന്നെ അങ്ങോട്ട് പോവാം. അരഞ്ഞാണം വാങ്ങിയിട്ടുള്ളൂ, ഇനി എന്തും അങ്ങോട്ട് നടക്കുക. ഇത് തന്നെയാ തിരുമേനി വീട്. ദേ അങ്ങേരായിരിക്കും ആള്. ആരാ? എന്നാ വേണം? ദാ ഈ പത്രത്തിലെ പരസ്യം കണ്ടിട്ട് വന്നതാ. കളഞ്ഞു പോയ അരഞ്ഞാണം എന്റെയാ, അതിങ്ങോട്ട് തരിക. അത് തിരുമേനിയുടെ ആണെന്നുള്ളതിന് വല്ല അടയാളമുണ്ടോ? ഇങ്ങോട്ട് നോക്കുക. അരയില് അരഞ്ഞാണം കിടന്നതിന്റെ പാടുണ്ട്, അതാ അടയാളം. എന്താ പോരാന്നുണ്ടോ? നല്ല ഉച്ചിര കൊര അല്ലേ തിരുമേനി? ഇനി ഒരു കള്ളനും ഈ പരിസരത്ത് വരില്ല. പക്ഷേ അതിലും വലിയ നഷ്ടമായി ഈ പട്ടി ഉണ്ടാക്കണതേ. അതെന്താ തിരുമേനി? തനിക്ക് അറിയോ, ഇത് ഇന്നലെ അപ്പുറത്തെ വീട്ടിലെ കിണറ്റിൽ ചാടി. കിണറ് വൃത്തിയാക്കാൻ രൂപ 300 നോം കൊടുത്തത് അറിയോ? അതല്ലാതെ മനുഷ്യരെ ഉപദ്രവിക്കാൻ തുടങ്ങിയിട്ടില്ലല്ലോ ഇല്ലേ? ഭാഗ്യത്തിന് ഇന്നേ വരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല കേട്ടോ. പാച്ചാ, തൻ്റെ നാക്ക് ഏറ്റുട്ടോ. പട്ടി ഇന്നലെ നമ്മെ കടിച്ചിരിക്കണു. കാലിന്ന് ചോര വന്നു. നോം ആശുപത്രിയിലേക്ക് പോവുക. താനും പോന്നോളൂ. ഇനിയിപ്പോ ഇഞ്ചക്ഷനോ മരുന്നോ എന്താ തരികയാവോ? എന്താ തിരുമേനി? അല്ല, ഇല്ലത്തൊരു പട്ടി ഉണ്ടായിരുന്നേ, അത് നോമിനെ ഒന്ന് കടിച്ചു. ഓഹോ, പട്ടി കടിച്ചതാണെങ്കിൽ ഉടനെ കുത്തിവയ്പ് എടുപ്പിക്കണം. പിന്നെ കടിച്ച ഭാഗത്തിന്റെ എക്സ്റേയും സ്കാനിങ്ങും നടത്തണം. അത്രയൊക്കെ വേണോ ഡോക്ടറെ? വേണം. കടിച്ചത് പാമ്പോ തേളോ അല്ല, പട്ടിയല്ലേ. കുറച്ച് ദിവസം ഇവിടെ കിടക്കേണ്ടി വരും. സിസ്റ്റർ, തിരുമേനിയെ പേവാർഡിലേക്ക് കൊണ്ടുപോകൂ. നോമിന് പേ ഇളകിയിട്ടൊന്നും ഇല്ലല്ലോ, പട്ടി കടിച്ചതല്ലേ ഉള്ളൂ. പിന്നെ എന്തിനാ പേവാർഡിലേക്ക് മാറ്റണത്? എന്താ ചൂട്, എന്തുഷ്ണ കൃഷ്ണ. ആ നാശം പിടിച്ച പാച്ചൻ എവിടെ പോയോ ആവോ? ഇങ്ങനെ ഒരു കൊശവൻ കാര്യസ്ഥൻ തേങ്ങയെല്ലാം വിട്ട് കഴിഞ്ഞോ എന്തോ. ഗുരുവായൂരപ്പാ, ഇനിയിപ്പോ ഈ പുഴയാണ്ട് കിടക്കണല്ലോ. പാച്ചൻ ഉണ്ടായിരുന്നെങ്കിൽ ഒരു ധൈര്യമായേനെ. കൃഷ്ണ 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 കൃഷ്ണ, അർജുനൻ ഫൽഗുനൻ പാർത്തൻ കിരീടിയും. ഭഗവാനെ, ഇത് വല്ലാത്ത പരീക്ഷണം തന്നെയാ. അയ്യോ, എന്റെ കാല് വഴുക്കുന്നു. അയ്യോ കൃഷ്ണ, മുങ്ങിച്ചാകുന്നേ. അയ്യോ ഭഗവാനെ, അയ്യോ രക്ഷിക്കണേ. അതാ ആ വണ്ടിയിൽ പിടിക്കാം. രക്ഷപ്പെട്ടു.
ഈശ്വര, ഒരുവിധം അങ്ങ് രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ നോം മുങ്ങിച്ചത്തേനെ. അയ്യോ തിരുമേനി, ഇതെന്ത് പറ്റി? തിരുമേനി എങ്ങനെയാ പുഴയിൽ വീണത്? പുഴയിൽ വീണിട്ട് നോം ഭാഗ്യം കൊണ്ട് കണ്ട് രക്ഷപ്പെട്ടതേ ഉള്ളൂ. ഇനി എങ്ങനെയാ പുഴയിൽ വീണതെന്ന് കാണിക്കാൻ നോം വീണ്ടും പുഴയിൽ ചാടണം. ദ്രോഹി, പൂവന്റെ മുമ്പിൽ ശപ്പൻ. അടുക്കളയിൽ ഒരു വഹയില്ല. അത്താഴം വേണമെന്നുണ്ടെങ്കിൽ അരിയും പച്ചക്കറിയും വാങ്ങണം. ശ്രീദേവി എന്താ ഈ പറയുന്നേ? അത്താഴം കഴിക്കാണ്ടിരിക്കേ നല്ല കാര്യായി. ആ സഞ്ചി ഇങ്ങോട്ട് എടുത്തോളൂ. സീരിയല് തുടങ്ങണതിന് മുമ്പ് വന്നേക്കണട്ടോ. സീരിയല് തുടങ്ങിയാ പിന്നെ എനിക്ക് പറ്റില്ല. ആ പാച്ചൻ അങ്ങോട്ട് കാണാനില്ലല്ലോ. ഉണ്ണി നീ പോന്നോളൂ. ഉണ്ണിയെ തിരിച്ചു വരാൻ രാത്രി അയച്ചാല് ഉണ്ണിക്ക് ഭയാവോ? ഇല്ല, എനിക്ക് അച്ഛന്റെ അത്രയും ഭയമൊന്നുമില്ല. എനിക്ക് ഭയോ? നമ്മുടെ പാച്ചനാ ഭയം. എത്ര അപകടങ്ങളിൽ നിന്നും നോം പാച്ചനെ രക്ഷിച്ചിരിക്കണോ. നാളെ കയറ് കണ്ട് പാമ്പെന്ന് പറഞ്ഞ് പേടിച്ചോടിയ കക്ഷിയാ. തിരുമേനി, ഇല്ലത്തെ എന്തൊക്കെയാ വിശേഷങ്ങൾ? സന്ധ്യ ആവണതിന് മുമ്പ് അങ്ങാടി പോയി അരിയും സാധനവും വാങ്ങി ഇല്ലത്തെത്തിയില്ലാച്ചാൽ ഒരു വിശേഷം ഉണ്ടാവും. അതെന്താ? ഇല്ലത്തിന്ന് അത്താഴം ഉണ്ടാവില്ല, അത്ര തന്നെ. മകൻ എത്രയിലാ പഠിക്കുന്നത്? 5ാം ക്ലാസ്സിലാടോ. ഇവനല്ലേ മൂത്തത്? ആര് പറഞ്ഞു? ഞാനാ മൂത്തത്. ദേ, ആ പടിഞ്ഞാറ്റില് ഭയങ്കര എലിശല്യം. എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ എലികൾ അവിടെ മുഴുവൻ നശിപ്പിക്കും. നോം ഇവിടെ ഉള്ളപ്പോ ഈ എലികൾക്ക് ഇത്രയ്ക്ക് ധൈര്യോ? ഞാൻ ഒന്ന് കാണട്ടെ. പാച്ച, ആ കെണി ഇങ്ങോട്ട് എടുക്കുക. ഇനി പേടി വേണ്ടട്ടോ. എല്ലാ എലികളെയും നോം നശിപ്പിക്കുന്നുണ്ട്. പടിഞ്ഞാറ്റി മുഴുവൻ എലിക്കണികളാ. 15 എലിക്കണികളാ വെച്ചത്. എലിയല്ല, ഇനി ഒരു പുലി പോലും അവിടെ കാല് കുത്തില്ല. അയ്യോ, 15 എലിക്കണികളോ? 15 തമ്പുരാട്ടി, 16 ഉണ്ട്. ഹൈ, കെണി വെച്ച് കഴിഞ്ഞില്ല. അതിനു മുമ്പ് കുടുങ്ങിയിരിക്കണോ. നോമിന് അപാര കൈപ്പുണ്യ അല്ലേ പാച്ചാ? അയ്യോ, ഈ മുറിയിൽ എന്താ ഇരുട്ട്? കറണ്ടും ഇല്ല. മിണ്ടാതെ നടക്കുക. അയ്യോ എന്റെ അമ്മേ, എന്റെ കാല് പോയി. ഓ, എന്താ ഒരു വേദന. ശ്രീദേവി, ഇതൊന്ന് വേഗം എടുക്കുക. ഈ കെണിയൊന്ന് എടുക്കാൻ പറഞ്ഞപ്പോ നീ എങ്ങടാ പോണത്? ഞാൻ പോയി ഉണ്ണിയോട് പറയട്ടെ. അല്ലെങ്കിൽ അച്ഛന്റെ കാല് കെണിയിൽ കുടുങ്ങിയത് കാണിച്ചു കൊടുത്തില്ല എന്നും പറഞ്ഞ് അവൻ എന്നോട് വഴക്കുണ്ടാക്കും. പാച്ചാ, വേഗം അങ്ങോട്ട് നടന്നോളൂ. ബസ് വരാൻ നേരായിരിക്കണോ. ഈ പിശുക്കൻ തിരുമേനി ഒരു ഓട്ടോറിക്ഷ വിളിച്ച് പോവേണ്ട കാര്യത്തിനാ ഇങ്ങനെ നടക്കണത്. പാച്ചാ, ശകുനം നന്നല്ലോ. ദാ ഏതോ ഒരു ശവം കൊണ്ടുവരണു. ഓ തിരുമേനി, ഇതാ മേപ്പാടി പട്ടരുടെ ശവമാ. ഇന്നലെ രാത്രിയിലാ മരിച്ചത്. നിൽക്കുക, ആ ശവം അങ്ങോട്ട് താഴെ ഇറക്കുക. നോം ഒന്നങ്ങോട്ട് നോക്കട്ടെ. ഏതോ ദിവ്യനാണെന്ന് തോന്നുന്നു. വല്ല മന്ത്രവും അറിയാമായിരിക്കും. ഇല്ല, രക്ഷയില്ല, മരിച്ചിരിക്കണോ. കൊണ്ടുപോയി ദഹിപ്പിച്ചോളൂ. എന്താണാവോ ചെവിയിൽ ജപിച്ചത്? മൃതസഞ്ജീവനി മന്ത്രമാണോ? ഏയ്, അതൊന്നുമല്ല. അമ്പലത്തില് ഊട്ടുണ്ടെന്നാ പറഞ്ഞത്. അത് കേട്ടാ ഏത് ഭട്ടരും എഴുന്നേക്കേണ്ടതാ. പിന്നെ ദക്ഷിണയുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴും എഴുന്നേറ്റില്ല. അപ്പൊ നോ ഉറപ്പിച്ചു മരിച്ചത് തന്നെയാന്ന്. India is my country. All Indians are my brothers and sisters. I love country. നിർത്തുക. ഉണ്ണി, കുറെ നേരമായല്ലോ സായിപ്പിന്റെ ഭാഷ പഠിക്കണോ. ഇനി മാതൃഭാഷ അങ്ങോട്ട് പഠിച്ചോളുക. നോമിനും കൂടി വല്ലതും മനസ്സിലാകട്ടെ അല്ലേ പാച്ചാ? അതിന് എനിക്ക് മലയാള പുസ്തകം ഇതുവരെ കിട്ടിയിട്ടില്ല അച്ഛാ. പിന്നെ എങ്ങനെയാ മലയാളം വായിക്കുക? നോം എന്തായി കേൾക്കണത്? ഇതേവരെ മലയാളം പുസ്തകം കിട്ടിയിട്ടില്ലെന്നോ? പാച്ചാ, നമുക്ക് ഇപ്പൊ തന്നെ പട്ടണത്തിൽ പോയി ഉണ്ണിക്ക് മലയാള പുസ്തകം വാങ്ങിക്കണം.
ആ ശരി തിരുമേനി, ഇപ്പൊ തന്നെ പോയേക്കാം. ശിവ ശിവ, നടന്ന് നടന്ന് നോൻ തളർന്നു. ഇവിടെ എങ്ങും പുസ്തകക്കട കാണാനില്ലല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യാ? തിരുമേനി, ഇതേ ഒരു പുസ്തകക്കട. ഡോ കടക്കാരാ, 7ാം ക്ലാസ്സിലെ ഒരു മലയാളം പുസ്തകം ഇങ്ങോട്ട് തന്നോളൂ. 7ാം ക്ലാസ്സിലെ പുസ്തകം തീർന്നല്ലോ തിരുമേനി. തീർന്നോ? ഇനിയിപ്പോ നോം എന്താ ചെയ്യാ? ഇവിടെ ഇപ്പോ 3ാം ക്ലാസ്സിലെ 4ാം ക്ലാസ്സിലെ പുസ്തകങ്ങളേ ഉള്ളൂ. 3ലെയും 4ലെയും പുസ്തകം ഉണ്ട് അല്ലേ? എന്നാൽ അത് രണ്ടും ഓരോന്നും ഇങ്ങോട്ട് തരിക. അതിന് തിരുമേനിക്ക് 7ലെ പുസ്തകമല്ലേ വേണ്ടത്? ഇത് കൊണ്ടുപോയിട്ട് എന്താ കാര്യം? ശുംഭൻ, എടോ 3ഉം 4ഉം കൂട്ടിയാൽ എത്രയാ? 7 അല്ലേ? ഉണ്ണി 2 പുസ്തകങ്ങൾ അങ്ങോട്ട് പഠിച്ചോട്ടെ. അപ്പോ 7ാം ക്ലാസ്സിലെ പുസ്തകം ആവില്ലേ? വിഡി. തിരുമേനി അറിഞ്ഞോ? ദേ പട്ടണത്തിൽ സർക്കസ് വന്നിട്ടുണ്ടെന്ന്. ഓ നോ, കുറെ കാലായി ഒരു സർക്കസ് കാണണമെന്ന് ഇരിക്കണു. ഇപ്പോ സൗകര്യമായിരിക്കണു അല്ലേ വാച്ചാ? എന്നാ വേഗം പോവാൻ തിരുമേനി. ഇപ്പം ചെന്നാലേ ടിക്കറ്റ് കിട്ടൂ. വരട്ടെ, ഊണ് കഴിഞ്ഞിട്ടാവാം യാത്ര. എടോ പാച്ചാ, ഈ സർക്കസില് എന്തൊക്കെ മൃഗങ്ങളുണ്ടാവും? ആന, കുതിര, കടുവ, സിംഹം ഇതൊക്കെ ഉണ്ടാവും തിരുമേനി. ഹൈ വേഗം അങ്ങോട്ട് നടക്കുക. നോമന് അവറ്റകളൊക്കെ കാണാൻ ധൃതിയായിരിക്കണോ? അപ്പഴേ പാച്ചാ, ഈ സർക്കസില് കുരങ്ങുണ്ടാവില്ലേ? കുരങ്ങനെ കാണാ ഇയാൾ എന്തിനാ സർക്കസ് കാണുന്നത്? ഒരു കണ്ണാടി എടുത്ത് നോക്കിയാ പോരെ. നാട്ടുകാരെ, വീട്ടുകാരെ, മഹാജനങ്ങൾ, നിങ്ങൾ ഇതുവരെ കാത്തിരുന്ന ഗംഭീര സർക്കസ് ഇതാ ഇന്നു മുതൽ. വരിക, കാണുക, അത്ഭുതപ്പെടുക. നിങ്ങളെ അമ്പരപ്പിക്കുന്ന ഐറ്റങ്ങൾ കണ്ടാസ്വദിക്കുക. വേഗം കയറിക്കോ തിരുമേനി. അടുത്തതായി നിങ്ങളെ ഞെട്ടിക്കുന്ന ഐറ്റം. സുന്ദരിയായ ഒരു പെൺകുട്ടിയുടെ ശരീരത്തിലേക്ക് 10 കത്തികൾ എറിയുന്നു. എല്ലാവരും കാത്തിരിക്കുക. എങ്ങനെ ഉണ്ടായിരുന്നു തിരുമേനി സർക്കസ്? കൊള്ളാം. പക്ഷേ ആ കത്തിയേറ് മാത്രം നന്നായില്ല കേട്ടോ. 10 കത്തിയെറിഞ്ഞിട്ടും ഒന്നുപോലും ആ പെണ്ണിന്റെ ദേഹത്ത് കൊണ്ടില്ല. ഉന്നമില്ലാത്ത ശുംഭൻ. ശിവ, പച്ചക്കറിക്കൊക്കെ എന്താ വില? ഇങ്ങനെ പോയാ വല്ല ചമ്മന്തി അരച്ച് ചോറിനേണ്ടി വരും ലേ പാച്ചൻ? അതെ തിരുമേനി, ഒടുക്കത്തെ വില തന്നെ. പാച്ചാ, ആ പയറേ 1 കിലോ ഉണ്ടോന്ന് നോമിന് ലേശം സംശയം ഉണ്ട് കേട്ടോ. ഇല്ലത്തെത്തിയിട്ട് ഒന്ന് തൂക്കി നോക്കണം. തിരുമേനി, ഈ ആപ്പിളിന് എന്ത് കൊടുത്തു? പാച്ചാ, ആ കച്ചവടക്കാരൻ ഒന്നിന് 5 രൂപ ചോദിച്ചു. നോം വലുതിന് 2 രൂപയും ചെറുതിന് 1 രൂപയും കൊടുത്തു. എന്താ നഷ്ടായോ? ഏയ്, നല്ല ഒന്നാന്തര ആപ്പിളല്ലേ തിരുമേനി, കണ്ടിട്ട് കൊതിയാകുന്നു. ഹൈ, തന്റെ കരിനാക്ക് അങ്ങോട്ട് വളച്ചേ ഉള്ളൂ. ദേ ആപ്പിള് ചാണത്തിൽ വീണുട്ടോ. കഷ്ടായില്ലയോ? അതും വലിയ ആപ്പിളാ വീണത്. ഈ ചെറുതാ വീണതെങ്കിൽ സാരല്ലായിരുന്നു. ഇനിയിപ്പോ എന്താ ചെയ്യാ? അത് പോട്ടെ തിരുമേനി, ഒരാപ്പിള് കയ്യിലില്ലേ? വാ നമുക്ക് നടക്കാം. ശുംഭ, വായടക്കുക. ആപ്പിള് പോയതേ നോമിൻ്റെതാ, അറിയോ? ഭാഗ്യം ആരും കണ്ടില്ല. ഇതൊന്ന് തുടച്ചെടുത്താ മതി കേട്ടോ. പാച്ചാ, നോം ചാണത്തിൽ വീണ ആപ്പിൾ എടുത്തൂന്ന് നീ ഇനി ആരോടും പറയണ്ട. ഇല്ല തിരുമേനി. ഇങ്ങനെയൊരു പിച്ച തിരുമേനി. പാച്ചാ, ചെറിയ ആപ്പിളാ ചാണത്തിൽ വീണെന്ന് വിചാരിച്ചാ മതിട്ടോ. ഈ തിരുമേനി ഒരു ബുദ്ധിമാൻ തന്നെ. പാച്ചാ, ആ ശ്രീകരം എവിടെ പോയി കിടക്കുകയാണാവോ? എപ്പോ വിളിച്ചാലും ആളെ കാണില്ല. എന്താ തിരുമേനി വിളിച്ചത്? കോശവാ, എവിടെയായിരുന്നു താൻ ഇതുവരെ? ഞാൻ ആ കന്നാലികൾക്ക് വൈക്കോൽ കൊടുക്കാൻ പോയതാ തിരുമേനി. ഹൈ, കന്നാലിന്ന് കേട്ടപ്പോഴാ ഒരു കാര്യം ഇങ്ങോട്ട് ഓർമ്മ വന്നത് കേട്ടോ. പാച്ചാ, അതെ, എല്ലാ മനക്കിലും ആനയുണ്ട് അല്ലേ? ഉവ്, അതിനെന്താ തിരുമേനി? ഫിട്ടി, എല്ലാ മനക്കിലും ആനയുണ്ട്, മനക്കിൽ മാത്രം ആനയില്ല. അപ്പോ നാം ഒരു ആനയെ അങ്ങോട്ട് വാങ്ങാൻ തീരുമാനിച്ചു. എന്താ? ഉവ്വ, ഒന്നാന്തരായി തിരുമേനി, ഇന്ന് തന്നെ വാങ്ങാം. വരട്ടെ. അതിപ്പോ ആനയെ വാങ്ങിയാലേ എന്താ അതിന് തിന്നാൻ കൊടുക്കുക? അതിപ്പോ എത്ര ചോദിക്കാനുണ്ടോ? പനമ്പട്ട കൊടുത്താൽ മതി തിരുമേനി. അതിന് എല്ലാ ദിവസവും പനമ്പട്ടയ്ക്ക് നോം എവിടെ പോവും? പറമ്പിലാകെ ഒരു പണിയല്ലേ ഉള്ളൂ. എന്നാ പിന്നെ തെങ്ങോല കൊടുക്കാൻ തിരുമേനി. ശുംഭ, വായടക്കുക. എല്ലാ ദിവസവും തെങ്ങോല വെട്ടിയ തേങ്ങ കിട്ടുവോ? വിഡി. എന്നാ പിന്നെ വൈക്കോല് കൊടുക്കാൻ തിരുമേനി. ഹൈ കൊശവൻ, എല്ലാ ദിവസവും വൈക്കോല് കൊടുത്താലേ ആനപ്പിണ്ടം കിട്ടുവോ? ചാണകല്ലേ കിട്ടൂ. അപ്പൊ പിന്നെ ഇനി എന്ത് ചെയ്യും തിരുമേനി? ഇനിയിപ്പോ ഒറ്റ മാർഗേ ഉള്ളൂ. എല്ലാ മനക്കിലും ആന ഉണ്ടല്ലോ അല്ലേ? ഉവ്, അതിനെന്താ? എല്ലാ മനക്കിലും ആനയുള്ള സ്ഥിതിക്ക് ഈ മനക്കിൽ മാത്രം ആന ഇങ്ങോട്ട് വേണ്ടാന്ന് വെച്ചപ്പോ എന്താ? ഈ തിരുമേനിയുടെ ഒരു ബുദ്ധി.
ആരാ? എവിടുന്നാ? എന്താ കാര്യം? ഞാൻ വാണിമ്പഴക്കരയെന്ന് വരിക. പേര് തോമാച്ചൻ. ഇവിടെ ഒരു പശുവിനെ കിടാവിനെ വിൽക്കാണ്ടെന്ന് കേട്ടു. ഉവ്വ, നല്ല ഒന്നാന്തരം പൂവാലി പശുവാ. എന്താ താൻ എടുക്കണോ? വില അറിഞ്ഞാൽ കൊള്ളായിരുന്നേ. പാച്ച, അതിന്റെ വില അങ്ങോട്ട് പറയാ. പശുവിന് 3000, കിടാവിന് 500, അങ്ങനെ മൊത്തം 3500 രൂപ. അയ്യോ, അതിത്തിരി കടന്ന വിലയല്ലേ തിരുമേനി. എന്നാ പിന്നെ ഒരു കാര്യം കൂടെ ചെയ്യാം. കിടാവിനെ തനിക്ക് വെറുതെ തരാം. അപ്പോ പശുവിന് ഒരു 500 രൂപ അങ്ങോട്ട് കൂടും. എന്താ? അതിപ്പോ രണ്ടായാലും എനിക്ക് ഒരുപോലെ തന്നെയല്ലേ. ഈ വിലയിൽ കുറച്ച് ആർക്കും കൊടുക്കില്ല. എന്നാ ശരി തിരുമേനി, ഞാൻ സമ്മതിച്ചിരിക്കണു. അപ്പൊ പറഞ്ഞ പോലെ പശുവിന് 3500, കിടാവ് തനിക്ക് വെറുതെ. എന്താ? ഓ, തിരുമേനിയുടെ ഇഷ്ടം. ദാ പണം. ആ പശുവിനെയും കിടാവിനെയും കയറിങ്ങോട്ട് തന്നാട്ടെ. തിരുമേനി, ദേ ആ തോമാച്ചൻ വന്ന് നിൽക്കുന്നു. പശു ഭയങ്കര കരച്ചിലാണെന്ന്. ഓ ശിവ ശിവ, ഇല്ലത്തുനിന്ന് മാറി നിന്നിട്ടാവും. എന്റെ ഗോമാതാവേ, എന്റെ തിരുമേനി, ഈ പശുവിനെ കൊണ്ട് ഞാൻ ചുറ്റിയിട്ടാ. ഒരു കാര്യം ഇങ്ങോട്ട് ചെയ്തോളൂ. പശുവിനെയും കിടാവിനെയും ഇങ്ങോട്ട് എടുത്തിരിക്കണു. തന്റെ കാശ് അങ്ങോട്ട് തരാം. അതെങ്ങനെയാ തിരുമേനി? കിടാവിനെ എനിക്ക് വെറുതെ തന്നതല്ലേ? ദേ ഈ പശുവിനെ അങ്ങോട്ട് വാങ്ങിയിട്ടേ 3500 രൂപ തിരിച്ചിങ്ങോട്ട് തന്നേര്. വേഗം ഇങ്ങോട്ട് വരൂ. ദേ വീട്ടില് കറണ്ട് കിട്ടിട്ടോ. ഓ, ഇത്ര പെട്ടെന്ന് കിട്ടുമെന്ന് നോൻ കരുതിയില്ലാട്ടോ. ഈ സ്വിച്ച് ഇങ്ങനെ ഇട്ടാൽ മതി. ഹൈ, അതിശയം തന്നെയാണട്ടോ ഓരോരോ കണ്ടുപിടുത്തങ്ങളെ. അപ്പോഴേ സാവിത്രി, നമ്മെ അറിയാതെ എങ്ങാനും കറണ്ട് അടിച്ചാ എന്താ ചെയ്യാ? അറിയോ? ഓ, അതിനൊരു വലിയ സ്വിച്ച് അകത്ത് വെച്ചിട്ടുണ്ട്. അതിൽ പിടിച്ച് താത്തിയാൽ മതി ഇത്രേ. അങ്ങനൊരു സ്വിച്ച് ഉണ്ടോ? എനിക്കത്ര വിശ്വാസം ഇല്ലാട്ടോ. ഏതായാലും ഒന്ന് നോക്കട്ടെ. ഇത് താത്തിയ കറണ്ട് അടിക്കില്ലാന്ന് ഉറപ്പാണല്ലോ, ഇല്ലേ? അങ്ങനെ ആ ഓഫീസർ പറഞ്ഞത്. പാച്ചാ, പാച്ചാ, ഇങ്ങോട്ട് വരിക. വരുന്ന തിരുമേനി. പാച്ചാ, ആ വയറ് രണ്ടും അങ്ങോട്ട് കൂട്ടിപ്പിടിക്കുക. എന്തിനാ തിരുമേനി? എന്റെ കഴുത്ത് കെട്ടി തൂക്കാൻ ശുംഭൻ നിന്നോട് പറയേണ്ടത് അങ്ങോട്ട് കേൾക്കുക. ഇങ്ങോട്ട് ചോദ്യമൊന്നും വേണ്ട കേട്ടോ. അയ്യോ അയ്യോ അയ്യോ. അപ്പോ ആ ഓഫീസർ പറഞ്ഞത് നേരാ അല്ലേ പാച്ചാ? എന്താ തിരുമേനി? അല്ല, ഷോക്കടിച്ചാൽ ഈ സ്വിച്ച് അങ്ങോട്ട് താത്തിയാ മതിയെന്ന് പറഞ്ഞത്രേ. സത്യം തന്നെയാണ് കേട്ടോ. അലൈപ്പായുതേ കണ്ണാ നിൻ മണമികില്ലലൈപ്പായുതേ. തിരുമേനി തിരുമേനി, ദേ കിട്ടി. എന്ത് കിട്ടിയെന്നാ ശുംഭ നീ പറയണത്? ആനമുട്ട കിട്ടിയെന്നാണോ? അല്ല തിരുമേനി, ദേ ഇത് കണ്ടോ? എന്താ അത്? വല്ല കല്യാണക്കുറിയാണോ? ഒരു സദ്യ ഉണ്ടിട്ട് നാളായേ. ഈ തിരുമേനിക്ക് എപ്പ നോക്കിയാലും തീറ്റയുടെ വിചാരമുള്ളൂ. എന്റെ തിരുമേനി, ഇത് കല്യാണക്കുറിയൊന്നും അല്ല. അല്ലേ? പിന്നെന്താ? അങ്ങോട്ട് പറയാ തിരുമേനി. ഇന്നാളാ വിശാലാക്ഷിക്ക് കുളക്കടവിൽ വെച്ച് ഒരു കത്ത് കൊടുത്തില്ലേ, അതിനുള്ള മറുപടിയായത്. ഓ, രസികത്തി രസികത്തി. അതെ പാച്ചാ, ഇവിടെ വെച്ച് നോക്കണ്ടാട്ടോ. സാവിത്രി ഇവിടെ ഉണ്ടേ. പിന്നാമ്പുറത്തേക്ക് പോരെ. ഹൗ, കണ്ണടെടുക്കാൻ വിട്ടു. ഏതായാലും നീ അങ്ങോട്ട് വായിച്ചോളൂ, നോൻ കേട്ടോളാം. ശരി തിരുമേനി. എത്രയും സ്നേഹം നിറഞ്ഞ എന്റെ പൊന്ന് തിരുമേനിക്ക് വിശാലം എഴുതുന്നു. ഹൈ, കേട്ടിട്ട് നോമിന് ഇക്കിളിയാവണു. പാച്ചാ, വേഗം വായിച്ചോളൂ. ഒരു രഹസ്യം പറയാനാണ് ഞാൻ ഈ കത്ത് എഴുതുന്നത്. നിർത്തുക പാച്ചാ, നിർത്താൻ. എന്താ തിരുമേനി? ഇനി താനാ ചെവി രണ്ടും കൊണ്ട് പൊത്തിക്കോളൂ, എന്നിട്ട് വായിച്ചാ മതി. അവൾ എന്നോട് പറയണ രഹസ്യം താൻ അങ്ങനെ കേൾക്കണ്ട. എങ്കടാ ഇത്ര ധൃതിയിൽ? അതുണ്ടല്ലോ, പുഴമീൻ കൂട്ടണോന്നൊരാശ. പുഴയെന്ന് തോർത്തെ കോരി മീൻ പിടിക്കാതിരിച്ചേ. ശിവ ശിവ, എന്താ കഥ? നമ്പൂരിയാര് മീൻ കൂട്ടിയേ? കലികാലം തന്നെ. നമ്പൂരിയാര് മീൻ കൂട്ടിയാൽ എന്താ? മുള്ളു തൊണ്ടയിൽ തടിയോ? സാവിത്രിയെ വേളി കഴിക്കണതിന് മുമ്പ് ഇല്ലത്തറിയാതെ പതിവായി നോം മീൻ കൂട്ടായിരുന്നു. കൂട്ടണതൊക്കെ കൊള്ളാം. മീനുമായിട്ട് ഇങ്ങോട്ട് വന്നേക്കരുത്. ഇല്ല, ഇങ്ങോട്ട് വരില്ല. വേറെ എവിടേക്കെങ്കിലും ചെന്ന് പാകം ചെയ്ത് കഴിച്ചോളാം. മീൻ അധികം കിട്ടാതിരുന്നാ മതിയായിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് വേണ്ടേ കൂട്ടി തീർക്കാൻ. വലിയ ചെക്കന്മാര് തോർത്തു പിടിച്ചാല് ധാരാളം മീനുകൾ കയറാറുണ്ടല്ലോ. ഇതിപ്പോ എന്താ പറ്റിയേ? മീനുകളെ മുഴുവൻ അവറ്റകള് പിടിച്ചു തീർത്തോ? തിരുമേനി, എന്താടോ പാച്ച? തിരുമേനി, പുഴയില് മുതലയുണ്ട്, മുതല. എന്തുണ്ടായിട്ടെന്താ? ഇത്ര നേരായിട്ട് ഒരു മീൻ പോലും തോർത്തിൽ കയറിയില്ല. പിന്നെയല്ലേ മുതല.
തിരുമേനി ഇതേ ആ മേലേടത്തെ മാധവൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. അവൻ്റെ വരവ് കണ്ടാൽ അറിയാം കാശ് കടം ചോദിക്കാനാണെന്ന്. ഓ അതിപ്പോ എന്താ ചെയ്യാ? വരട്ടെ, നോം ഒരു വഴി കണ്ടിട്ടുണ്ട്. അവനേക്കാൾ കഷ്ടത്തിലാണ് നോമിൻ്റെ സ്ഥിതിന്ന് അവനെ അങ്ങോട്ട് ബോധ്യപ്പെടുത്തണം. അതെങ്ങനെയാ തിരുമേനി? എടോ ശുംഭ, അവൻ ഇങ്ങോട്ട് കടം ചോദിക്കുന്നതിന് മുമ്പ് അങ്ങോട്ട് കടം ചോദിക്കണം, മനസ്സിലായോ? അല്ല, ആരിത് മാധവനോ? നോം മാധവനെ കാണാൻ നോക്കിയിരിക്കുകയായിരുന്നു. ഇല്ലത്തെ സ്ഥിതി കഷ്ടത്തിലാണേ. മാധവന്റെ കയ്യിൽ കാശുണ്ടെങ്കിൽ ഒരു 500 ഉറുപ്യ കടം തരിക, ഒരാഴ്ച കഴിഞ്ഞ് മടക്കി തരാം. എന്താ? പുറത്തെൻ്റെ കൂടെ വന്ന 2 പേര് നിൽപ്പുണ്ട്, ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ. എടോ പാച്ച, എങ്ങനെയുണ്ട് എൻ്റെ ബുദ്ധി? അസലായി തിരുമേനി. മാധവൻ ഇനി തിരുമേനിയോട് കടം ചോദിക്കില്ല. നോമിനോടാ ആ ശുംഭന്റെ കളി. അവനെ വിറ്റ കാശ് നോമിന്റെ കീശയിലുണ്ട്, അറിയോ? അവൻ വീണ്ടും വരുന്നുണ്ട് തിരുമേനി. പുറത്ത് 2 പേര് നിൽക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ തിരുമേനി? ഇവിടുത്തെ അനന്തിരവളെ പെണ്ണ് കാണാൻ വന്നവരായിരുന്നു. അവരോട് ഞാൻ തിരുമേനിയുടെ കഷ്ടപ്പാട് പറഞ്ഞ് കടം ചോദിച്ചു. അപ്പോൾ ഒരു കാര്യം അവർ തീർത്തു പറഞ്ഞു. ഇത്രയും ദാരിദ്ര്യമുള്ള ഇല്ലത്തുനിന്ന് അവർക്കൊരു സംബന്ധം വേണ്ടാന്ന് അവർ തീർത്ത് തന്നെ അങ്ങോട്ട് പറഞ്ഞു. കൃഷ്ണ ഗുരുവായൂരപ്പ, ചതിച്ചില്ലോ. എടോ പാച്ച, ഇത്തവണത്തെ കുറി അടിച്ചത് നോമിനാ. കയ്യിൽ കുറെ പണം എത്തിരിക്കണു. ഇതിപ്പോ എന്താ ചെയ്യാ? ആനയെ വാങ്ങണോ അതോ ഭൂമി വാങ്ങണോ? എന്താ തന്റെ അഭിപ്രായം? അതങ്ങോട്ട് പറയാ. തിരുമേനി, തെക്കേപുരയ്ക്കലെ ഹസനാജി ഒരു ബസ് വിൽക്കുന്നുണ്ടെന്ന് കേട്ടു. അതങ്ങോട്ട് വാങ്ങിച്ചാലോ? അതാകുമ്പോ തിരുമേനിയുടെ പേരും ബസ്സിനിടാം. കൊള്ളാം പാച്ചാ, നീ ആളും മിടുക്കനാട്ടോ. കേട്ടോ തിരുമേനി, ഞമ്മളെ ബസ്സായോണ്ട് പറയല്ല, നല്ല നസീബത്തുള്ള വണ്ടിയാണ്. നോമിന് വണ്ടി മാത്രം മതി, നബീസേ വേണ്ട കേട്ടോ. ഹലോ, നബീസത്തുള്ള എന്ന് പറഞ്ഞാൽ നല്ല ഒന്നാന്തരം വണ്ടി എന്നാ അർത്ഥം. തിരുമേനി, ആ കായ് ഇങ്ങോട്ട് തന്നിട്ട് ഈ കീ അങ്ങോട്ട് പിടിച്ചാട്ടെ. കേട്ടോ പാച്ച, ഈ ബസ് ഒരു ദിവസം ഓടിച്ചാൽ 5000 രൂപ കിട്ടും. അങ്ങനെ 30 ദിവസം ആകുമ്പോൾ 1.5 ലക്ഷം ഉറുപ്പ്യ അല്ലേ? അതേ തിരുമേനി. തിരുമേനി ഇതേ തിരുമേനിയുടെ ബസ് കേടായി വഴിയിൽ കിടക്കുന്നു. നമ്മുടെ ബസ്സിന് എന്താ പറ്റിയേ? ബസ്സിന്റെ ബാറ്ററി ചാർജ് ഇറങ്ങിപ്പോയതാണെന്നാ പറഞ്ഞത്. ഓ അങ്ങനെ ഉണ്ടായോ? എന്നാ ബസ്സിലെ ഡ്രൈവറേയും ക്ലീനറേയും കണ്ടക്ടറേയും നോം പിരിച്ചു വിട്ടിരിക്കണു. അതെന്തിനാ തിരുമേനി അവരെ പിരിച്ചു വിടുന്നത്? അവരെന്ത് തെറ്റാ ചെയ്തത്? ശുംഭ, ഈ കിഴങ്ങന്മാർ നോക്കി നിൽക്കുമ്പോഴല്ലേ ആ ചാർജ് എന്ന് പറയണ സാധനം ഇറങ്ങിപ്പോയത്. എന്നിട്ട് ഇവരാരെങ്കിലും തടഞ്ഞോ? അതിനായി പിരിച്ചുവിടൽ, മനസ്സിലായോ? തിരുമേനിക്ക് അങ്ങേയറ്റം സുഖമായിട്ടുള്ളത് എന്താ? ഈ ഇരിങ്ങാലക്കുട ഉത്സവത്തിന് അങ്ങോട്ട് പോവാ. അതാണോ അങ്ങേയറ്റം സുഖമായിട്ടുള്ള കാര്യം? എന്നിട്ട് പകല് മുഴുവനും എഴുന്നള്ളത്തും മേളവും ഓട്ടംതുള്ളലും കുറത്തിയാട്ടവും ഞാണമക്കളിയും ചാക്യാർകൂത്തും ഒക്കെ അങ്ങോട്ട് കണ്ട് രാത്രി എഴുന്നള്ളിപ്പും കാണുക. എന്നാലും സുഖം മുഴുവനായില്ല. സുഖം മുഴുവനാകാൻ പിന്നെ എന്താ വേണ്ടേ? അത്താഴ ശിവേലി കഴിഞ്ഞ് രാത്രിക്ക് വിളക്ക് വെച്ച കഥകളി അങ്ങോട്ട് കാണുക. അങ്ങനെ ഉത്സവം 7 ദിവസം രാത്രിയും പകലും കണ്ട് പിറ്റേന്ന് ഇളവയിലും കൊണ്ട് ഇല്ലത്തേക്ക് മടങ്ങി തലനിറച്ച എണ്ണ അങ്ങോട്ട് തേച്ച് കുളിക്കുക. എന്നിട്ട് സന്ധ്യാവന്ദനവും തേവാരവും കഴിച്ചെന്നങ്ങോട്ട് വരുത്തി ചെന്നിരുന്ന് അങ്ങോട്ട് പുളിച്ച മോരും കൂട്ടി വയറ് നിറച്ചങ്ങോട്ട് ഉണ്ണുക. ഓ, പുളിച്ച മോരും കൂട്ടി ഉണ്ണണതാണോ സുഖം? ഉണ്ണണതല്ല, ഊണ് കഴിഞ്ഞച്ച് കയ്യും കഴുകിന്ന് വരുത്തി ഓടിച്ചെന്നൊരു കിടത്തങ്ങോട്ട് കിടക്കുക. എന്നിട്ട് ഒരുറക്കം അങ്ങോട്ട് ഉറങ്ങുക. അപ്പോ ഉറങ്ങണതാണോ തിരുമേനിക്ക് സുഖമായിട്ടുള്ള കാര്യം? അല്ല, ഉച്ചയ്ക്ക് ഉണ്ണാറായി നകത്തുള്ള ആള് വന്ന് കുലിക്ക് വിളിച്ച നേരെ അങ്ങോട്ട് കണ്ണമിഴിക്കാണ്ട് ഉണ്ണുക. എന്നിട്ട് കൈ കഴുകി നിർത്തിയിട്ട് ഒന്നുകൂടെ കിടന്നങ്ങോട്ട് ഉറങ്ങുക. എന്നിട്ട് എന്താ തിരുമേനിക്ക് ഉറക്കമല്ല സുഖമെന്ന് പറഞ്ഞത്? അങ്ങനെ അങ്ങോട്ട് ഉറങ്ങുമ്പോ മൂത്രം ഒഴിക്കാൻ മുട്ടും, എന്നാലോ എണീക്കില്ല.
കാക്കൂട്ടിൽ കയ്യും തിരിക്കി പിന്നെ അങ്ങോട്ട് കിടക്കും. അപ്പോ മൂത്രം മുട്ടി കിടക്കലാണ് തിരുമേനിക്ക് സുഖം. ഹൈ, അതുകൊണ്ട് തീരെ നിവൃത്തില്ലാണ്ടായ പോകും കിടക്കലേക്ക് നായ എണീറ്റോടി ഓവക്കത്ത് ചെന്ന് ഇരിക്കാൻ കൂടി നേരില്ലാത്തോണ്ട് നിന്നിട്ട് തന്നെ അങ്ങനെ ശരോന്നങ്ങോട്ട് ഒഴിക്കുക. അപ്പുണ്ടല്ലോ ഒരു സുഖം, ആ സുഖം പോലൊരു സുഖം അതൊന്ന് അനുഭവിച്ചറിയേണ്ടത് തന്നെയാ. ആ നാണി, പാത്രങ്ങൾ അങ്ങോട്ട് വേഗം കഴുകിക്കോളൂ. ഇല്ലെങ്കിലേ അരിയിടാൻ വൈകും, ചോറുണ്ണാൻ വൈകിയ നോമിന് ഗ്യാസ് കയറും. അകത്താൾ എവിടെ പോയി തിരുമേനി? ഹോ, ആ ശല്യം എവിടെയെങ്കിലും പോയി കിടക്കട്ടെ, കുറച്ചു നേരം സ്വസ്ഥായിട്ടിരിക്കാലോ. അന്തർജനം കേക്കണ്ട, കേട്ടാ തിരുമേനിയുടെ പണി ഇന്ന് തീരും. കൂട്ടാൻ എന്താ ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. അയ്യോ അമ്മേ. അയ്യോ തിരുമേനി, കാര്യമായിട്ട് എന്തോ പറ്റീന്ന് തോന്നുന്നു. ഹൈ, ഒന്നും പറ്റിയിട്ടില്ലാട്ടോ. നല്ല വിളഞ്ഞ തേങ്ങയായ ഇങ്ങനെ വേണം. നാണിയമ്മേ, തിരുമേനി വിളിച്ചിട്ടൊന്നും മിണ്ടുന്നില്ലല്ലോ. ഹൈ നാണി, ഇങ്ങോട്ട് എഴുന്നേൽക്കുക. എന്താ പറ്റീന്ന് പറഞ്ഞിട്ട് കിടന്നോളൂ. പാച്ചാ, നോമിന്റെ ആഗ്രഹം നടക്കുന്നു തോന്നണു കേട്ടോ. ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടിരിക്കണു. എന്താ തിരുമേനി അങ്ങോട്ട് പറയുക? അല്ല, ആ ശ്രീകരം നാണിയുടെ പണി തീർന്നുല്ലോ. നോമിനി പുതിയൊരു പെൺകുട്ടിയെ വേലയ്ക്ക് കൊണ്ടുവരും, നോക്കിക്കോളൂ. തിരുമേനി, കൂട്ടാൻ സാമ്പാർ തന്നെ പോരെ? കൃഷ്ണ, നീ ഇപ്പൊ എന്റെ പ്രാർത്ഥന കേട്ടില്ല അല്ലേ? ഷോ, വെറുതെ ആഗ്രഹിച്ചു. നാണി, ഇനി മുതല് നീ ആ പ്ലാവിന്റെ ചോട്ടിൽ നിന്ന് പാത്രം കഴുകിയാ മതിട്ടോ. ചക്ക വീണ ഏതായാലും പണി തീരാതിരിക്കില്ല, നാശം.